ഞാൻ അവനായി കൊണ്ടുവന്നതാണ്. അവനെ കണ്ടില്ലല്ലോ. എനിക്ക് അവൻ്റെ കയ്യിൽ തന്നെ നൽകണം. ഉറക്കെ പറഞ്ഞ കൂട്ടുകാരൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു. ചേതനയേറ്റ് ശരീരമായി കിടക്കുന്ന തൻ്റെ കൂട്ടുകാരനെ വരച്ചതാണ്. ആ ചിത്രം കണ്ടിട്ട് അതെങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെയാണ് പലരും ആ ഒരു വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എല്ലാവർക്കും അതൊരു നൊമ്പരമായി തന്നെയാണ് മാറുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു വിഷമം എന്ന് തന്നെ പറയുന്നു. അത്രമാത്രമാണ് ആ കുട്ടിയെ കൂട്ടുകാരെല്ലാവരും കൂടി കാണാൻ കൊതിക്കുന്നത്. അൻവിത് എൻ്റെ പ്രിയപ്പെട്ടവനാണ്, ഇനി അവനെ കാണില്ലല്ലോ. അവസാനമായി ഞാൻ അവനെ കൊണ്ടുവന്നതാണ്. ഇതെനിക്ക് അവൻ്റെ കയ്യിൽ നൽകണം. കയ്യിലെ തൂവാല കൊണ്ട് പി ദേവാനന്ദ് കണ്ണു തുടച്ചു. എന്നിട്ട് അവിടെ നിന്നവരോട് പറഞ്ഞതാണ്. ഉറക്കമൊഴിഞ്ഞ് രാത്രി വരച്ച അൻവിതിൻ്റെ ചിത്രമാണ്. ചേതനയുടെ ശരീരം വച്ചപ്പോൾ തന്നെ കണ്ടു നിന്നവരെല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. അതുവരെ അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നവർ പോലും ഈ കാഴ്ച കണ്ട് അത്ഭുതപ്പെടുകയും അതേസമയം കണ്ണീരൊപ്പുകയും ചെയ്യുകയായിരുന്നു. എങ്ങനെ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. എന്നാൽ ആശ്വാസവാക്കൊന്നും അവൻ ആവശ്യമില്ല. അവൻ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പ്രിയ സുഹൃത്തിനെ കണ്ടിട്ട്. ശ്വാസകോശ അർബുദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അൻവിത് ചികിത്സയിലിരിക്കവേ മരിച്ചത്. കരിവള്ളൂർ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം തരം വിദ്യാർത്ഥിയാണ് പ്രാന്തംചാലിലെ K. അൻവിത്. കുട്ടിക്കാലം മുതൽ ഒറ്റ സുഹൃത്തുക്കളാണ് അൻവിതും ദേവാനന്ദും. ജീവൻ തുടിക്കുന്ന പെൻസിൽ ഡ്രോയിങ് ആണ് ദേവാനന്ദ് പ്രിയ സുഹൃത്തിനുള്ള അവസാന സമ്മാനമായി നൽകിയത്. സ്കൂൾ മുറ്റത്തെ പൊതുദർശനത്തിലായിരുന്നു കരളലിയിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടത്. സഹപാഠികൾക്കും സങ്കടം പിടിച്ചു നിർത്താനായില്ല. അധ്യാപകരും നാട്ടുകാരും രക്ഷിതാക്കളുമടക്കം നൂറുകണക്കിന് ആളുകൾ അൻവിതിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്കൂളിലേക്കെത്തി. അൻവിതിനെ വീട്ടിലെത്തിച്ചപ്പോൾ അമ്മയും അച്ഛനും അന്ത്യചുമനം നൽകി. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ഒട്ടേറെ പേർ അന്ത്യോപചാരം അർപ്പിച്ചു. എന്നിരുന്നാലും അൻവിത് ആഗ്രഹിച്ചത് അവൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചിത്രം തന്നെയായിരിക്കും. പലപ്പോഴായി എന്നെയും കൂടി ഒന്ന് വരയ്ക്കട എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും വരയ്ക്കാനായി ആ സുഹൃത്തിന് സാധിച്ചിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് അവൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ തോന്നിയതാകാം ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം. കരഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വരച്ചത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം വിഷമിക്കുന്നൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. ഓരോ തവണയും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെയും വളരെയധികം വിഷമം തോന്നുന്നുവെന്ന് വീണ്ടും വീണ്ടും പ്രതികരിക്കുന്നുണ്ട്. ഓരോ കുട്ടികളും അൻവിതിനെ ഓർത്തു തന്നെയാണ് കരയുന്നത്. ഓരോ കുട്ടികളും വളരെയധികം വിഷമത്തോടെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർ ഓരോരുത്തരും ഈ ഒരു വാർത്തയെക്കുറിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഓരോ നോവായി മാറുന്ന വാർത്തയായി ഇത് മാറുന്നു. അതുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഈ ഒരു കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ വളരെയധികം തന്നെ ചർച്ചയായി മാറുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.